ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രോട്ടീൻ അല്ലേ, ന്യൂട്രീഷനിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് മക്കളെ? ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എടുത്തുകഴിഞ്ഞാൽ പ്രഥമമായത് ആദ്യം വരുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നൊക്കെയാണ്. കാരണം നമുക്ക് ലാറ്റിൻ എടുത്താലും ജർമ്മൻ എടുത്താലും പ്രോട്ടീൻസ് അങ്ങനെയൊക്കെയുള്ള എല്ലാ വാക്കുകൾ എടുത്തു കഴിഞ്ഞാലും പ്രോട്ടീൻ എന്ന വാക്കിന്റെ ഡെറിവേഷൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ എല്ലാ അർത്ഥം എന്താണ്? പരമപ്രധാനമായത് അല്ലെങ്കിൽ പ്രാധാന്യം ആദ്യം വരുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രീഷൻ പഠിക്കുമ്പോൾ പ്രോട്ടീനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓരോ പരീക്ഷയിലും ഒരു ചോദ്യം നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതുവരെ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആദ്യം നോക്കും. അതിനുശേഷം അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ KPARK അടിസ്ഥാനമാക്കിയും അതുപോലെ എക്സ്ട്രാ റെഫറൻസ് അടിസ്ഥാനമാക്കിയും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഈ ക്ലാസ് പഠിക്കുകയും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഏകദേശം 60ഓളം ചോദ്യങ്ങൾ അങ്ങനെ ഡെയിലി എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് കിട്ടുന്ന അഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം മക്കളെ, തുടങ്ങാം. ഓക്കെ, ഫൈൻ. ആദ്യമായിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് PYQs ഒന്ന് കവർ ചെയ്ത് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ 2006 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാണ് 1 gram ഓഫ് പ്രോട്ടീൻ വിൽ ഗിവ് ഡാഷ് കാലറി പെർ ഗ്രാം അല്ലേ, എത്ര കിലോ കാലറി എനർജിയാണ് 1 gram പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാ പേർക്കും അറിയാം. 4 വീതമാണ് വരുന്നത് അല്ലേ. 4 കിലോ കാലറിയാണ് നമ്മുടെ പ്രോട്ടീനും, അതുപോലെ 4 കിലോ കാലറിയാണ് കാർബോഹൈഡ്രേറ്റും, അതുപോലെ 9 കിലോ കാലറി ഫാറ്റ് അല്ലേ, അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 4 ആണ് എൻ്റെ ഉത്തരം. അതുപോലെ ഇനി അടുത്ത ചോദ്യം നോക്കാം. 2006 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം, ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ റിക്വയർഡ് ബൈ എൻ ഇന്ത്യൻ അഡൾട്ട് ഈസ് ഡാഷ് ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്. ഒരു ഇന്ത്യൻ അഡൾട്ട് മാത്രമല്ല, ലോകത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 1 ഗ്രാം വെച്ചിട്ട്. അപ്പോൾ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ സംബന്ധിച്ച് അവൻ എത്ര 60 ഗ്രാം പ്രോട്ടീൻ ഓരോ ദിവസവും കഴിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോവിങ് ആർ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എക്സെപ്റ്റ് ഡാഷ്. നോക്ക് 2021 ചോദ്യമാണ് മക്കളെ, കണ്ടോ? ഇവിടെ നമ്മൾ എസെൻഷ്യലും നോൺ എസെൻഷ്യലും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഉത്തരം നിങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. ഉത്തരത്തിലേക്ക് നിങ്ങൾ അവസാനം കണ്ണും പൂട്ടി നിങ്ങൾ ഉത്തരം പറയും ഈ ക്ലാസ് കഴിയുമ്പോൾ. നോക്കാം. അതുപോലെ ദ ഫോളോവിങ് ആർ കറക്റ്റ് അബൌട്ട് പ്രോട്ടീൻസ് അല്ലെ, താഴത്ത് നിങ്ങൾക്ക് പ്രോട്ടീനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, ഇതിന്റെ ഉത്തരം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും, ഉറപ്പാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക എന്നാണ് നിങ്ങളുടെ ചുമതല. കുറച്ച് ലെങ്തി ആയിരിക്കും, ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ക്ലാസ് വരും. അതുപോലെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ട് അതിന്റെ ഉത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മളെ മനസ്സിൽ ഉത്തരം വന്നില്ല എന്നുണ്ടെങ്കിൽ സംതിങ് മിസ്സിംഗ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? നോട്ട് എടുത്ത് പഠിച്ചു പരിശീലിക്കണം. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പദത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൂടുതലൊന്നുമില്ല. ന്യൂട്രീഷൻ മേ ബി ഡിഫൈൻഡ് ആസ് സയൻസ് ഓഫ് ഫുഡ് ആൻഡ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. സിമ്പിൾ ഡെഫിനിഷൻ ആണ് അല്ലേ, ഫുഡിന്റെ ആഹാരത്തിന്റെ ശാസ്ത്രം, അതുപോലെ റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്, ആരോഗ്യത്തിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ന്യൂട്രീഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ? എന്താണ്? ആഹാരത്തിന്റെ ശാസ്ത്രം, അതാണ് ന്യൂട്രീഷൻ. ദ വേർഡ് ന്യൂട്രിയന്റ് ഓർ ഫുഡ് ഫാക്ടർ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ഡയറ്ററി കോൺസ്റ്റിറ്റ്യൂവൻസ് സച്ച് ആസ് പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇതെല്ലാം അല്ലേ. അപ്പോൾ ന്യൂട്രിയന്റ് എന്ന് പറയുന്ന പദം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചാൽ എന്താണ്? അത് ഫുഡ് ഫാക്ടേഴ്സിനെ, നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ന്യൂട്രിയൻസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഫുഡ് ഫാക്ടേഴ്സിൽ അല്ലെ, ഫുഡിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് അതിലേക്ക് വരുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ഇത്തരത്തിലെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും തിരിച്ചിട്ട് നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പദം നോക്കാം. ഡയറ്ററ്റിക്സ് ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. എന്താണ്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. നമ്മുടെ ന്യൂട്രീഷൻ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിന്റെ എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ ശാസ്ത്രശാഖയായിട്ട് പറയുക. എന്താണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും? എന്താണ്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. ഇവിടെ ഒന്നും ചോദ്യങ്ങളൊന്നുമില്ല, നമുക്ക് ന്യൂട്രീഷൻ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ന്യൂട്രീഷൻ എന്താണെന്ന് പറയാൻ. അപ്പോൾ ന്യൂട്രിയൻസ് എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് മക്കളെ? ഫുഡ് ഫാക്ടേഴ്സ് അല്ലേ, ഫുഡ് ഫാക്ടേഴ്സ്.
അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാത്തിനും നമുക്ക് എന്ന് പറയാം ന്യൂട്രിയൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കാം, ഓർഗാനിക് ആകാം, അതുപോലെ ഇനോർഗാനിക് മെറ്റീരിയൽസും ആവാം. എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 700-കളിൽ അല്ലെ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ എന്താണ് നമ്മുടെ ശരീരത്തിൽ ജീവലോകത്തിന്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് സംയുക്തങ്ങളുണ്ട്. അവ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾ വിളിച്ചിരുന്നു. ഇവ ജീവി ഉണ്ടെങ്കിൽ ജീവനുള്ള വസ്തുവിന് മാത്രമേ ഇത്തരത്തിലുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും കഴിയൂ എന്നാണ് നമ്മുടെ രസതന്ത്ര ശാഖ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ വിശ്വാസമൊക്കെ 700-ാം നൂറ്റാണ്ടിൽ തെറ്റിപ്പോയി കേട്ടോ. എന്തായാലും പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും കൂടി വരുന്ന സാധനം. അപ്പോൾ ചോദിക്കും, കാർബൺ ഉള്ളതെല്ലാം എന്താണോ ഓർഗാനിക് ആണോ? അങ്ങനെയല്ല. കാർബണിന്റെ വാലൻസി എന്ന് പറയുമ്പോൾ 4 കേട്ടോ. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന വാലൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വലിയ 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 കോമ്പൗണ്ട്സ് ഇതിന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കോമ്പൗണ്ട്സ് ഉണ്ട് എന്തിൽ? ഈ ഓർഗാനിക് മാറ്റേഴ്സിൽ. അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ന്യൂട്രിയൻസ് എന്തൊക്കെ ആകാം? ഒന്നുകിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഇനോർഗാനിക് കോംപ്ലക്സസും ആവാം അല്ലേ. ഇത് രണ്ടും ആകാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും ഫുഡിൽ അടങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എന്ന് വിളിക്കാം ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം അല്ലേ. അതുപോലെ there are about 50 different nutrients which are normally supplied through the foods we eat. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏകദേശം 50ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ ഈച്ച് ന്യൂട്രിയൻ ഹാസ് സ്പെസിഫിക് ഫങ്ഷൻസ് ഇൻ ദ ബോഡി അല്ലേ. ഓരോ നട്ടിനും ബോൾട്ടിനും പ്രത്യേകം ഫംഗ്ഷൻ ഉള്ളതുപോലെ അല്ലെ. ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗത്തിലും പ്രത്യേകം ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നോക്കാം, മോസ്റ്റ് നാച്ചുറൽ ഫുഡ്സ് കണ്ടെയ്ൻ മോർ ദാൻ 1 ന്യൂട്രിയൻറ്റ്. മിക്കവാറും എല്ലാ നാച്ചുറൽ ഫുഡ്സിലും ഒന്നിലേക്ക് കൂടുതൽ ന്യൂട്രിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ. ഒരു ന്യൂട്രിയൻറ്റ് മാത്രം കഴിക്കുന്ന ഫുഡ് എന്ന് പറയത്തില്ല നമ്മൾ. ഓക്കെ അല്ലേ. അപ്പൊ ന്യൂട്രിയൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു അറിവ്, ഒരു അവബോധം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ശരിക്കും പഠിക്കേണ്ട പ്രോട്ടീനെ കുറിച്ചാണ്. ഇവിടെ നിന്നും വല്ല ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. അപ്പോൾ ന്യൂട്രിയൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ തൊട്ടാണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നത് പ്രധാനമായിട്ട് ന്യൂട്രിയൻസിന്റെ അല്ലെ. നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ പ്രധാനമായിട്ടും എന്തൊക്കെയുണ്ട് മക്കളെ? എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻ ഉണ്ടല്ലേ. പ്രോട്ടീൻ, മാംസ്യമാണ് പ്രോട്ടീൻ. അപ്പം മാംസ്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത്? മാംസ്യം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താണ്? മാംസ്യം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരാൻ കഴിയില്ല. കാരണം എന്താണ്? ബോഡിയുടെ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ആണ് എന്ത്? മാംസ്യം അല്ലെങ്കിൽ മാംസ്യത്തിന്റെ ഘടകമായിട്ടുള്ള അമൈനോ ആസിഡ്സ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നിരന്തരമായ റിപ്പയറിന് മാംസ്യം ആവശ്യമാണ് അല്ലേ. അതുപോലെ എന്താണ്? വളർച്ചയ്ക്കൊക്കെ മാംസ്യം ആവശ്യമാണ്, നമുക്കറിയാം. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് നമ്മൾ. അതുപോലെ പിന്നെന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എനർജി തരുന്ന സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ചോദിക്കും, മാംസ്യം കഴിച്ചാൽ എനർജി കിട്ടില്ലേ എന്ന്. മാംസ്യം കഴിച്ചാലും എനർജി കിട്ടും. പക്ഷേ കഴിക്കുന്ന മാംസത്തിൽ നിന്നും എനർജി ഉണ്ടാക്കിയിടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് കോഷിയോർക്കർ, മരാസ്മസ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രോട്ടീൻ കഴിച്ചാലും എന്ത് കിട്ടും? നമുക്ക് എനർജി കിട്ടും. ഓക്കെയാണ്. കാരണം എന്താണ്? അത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും, 4 കിലോ കാലറി കിട്ടും. പക്ഷേ പ്രോട്ടീൻ അതിൻ്റെതായ കുറേ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനർജിക്ക് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഴിക്കേണ്ടത്. പിന്നെ ഫാറ്റ്, പിന്നെന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റായി, എന്തായി? പ്രോട്ടീനായി, പിന്നെന്താണ്? ഫാറ്റായി അല്ലേ. ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? നമുക്ക് ഈ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ 2.25 ടൈംസ് എനർജി തരാൻ പറ്റുന്ന സാധനമാണ് ഫാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കത് മാത്രം കഴിച്ചാൽ പറ്റുകയില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. 2.25 ടൈംസ് കേട്ടോ. അതായത് 1 ഗ്രാം ഫാറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 2.25 ഗ്രാം ചോറ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന് തുല്യമാണ്. അത്രയും പവർ എനർജി നമുക്ക് കിട്ടും. കാരണം അത്രയും കോൺസ്റ്റന്റ് ഫോം ഓഫ് എനർജിയാണ്. ഓക്കെ, 3 പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് മക്കളെ? ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് അല്ലേ, പിന്നെ പ്രോട്ടീൻ, പിന്നെ ഫാറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ മാക്രോ ന്യൂട്രിയൻ എന്ന് വിളിക്കുക? മാക്രോ ആൻഡ് മൈക്രോ ചെറുതല്ലേ, കുറച്ചു മതി. മാക്രോ കൂടുതൽ വേണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സിംഹഭാഗവും എന്താ മക്കളെ? ഈ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസ് ആണ് അല്ലേ. അപ്പൊ എന്താ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് വളരെ അത്യാവശ്യമാണ്, ആവശ്യമില്ല എന്നുള്ളതല്ല, വളരെ അത്യാവശ്യമാണ്, പക്ഷെ വളരെ ചെറിയ അളവിൽ മതി. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് പ്രധാനമായിട്ടും എന്തിൽ വരുന്നത്? മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്. ഓക്കെ അല്ലേ.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസ് മിക്കവാറും എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. മൈക്രോ ന്യൂട്രിയൻസിലാണ് ഇനോർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. നോക്കാം. മാക്രോ ന്യൂട്രിയൻസ്, ദീസ് ആർ പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ ഓഫൺ കാൾഡ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ബിക്കോസ് ദേ ഫോം ദ മെയിൻ ബൾക്ക് ഓഫ് ഫുഡ്. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കപ്പെടുന്നത് എന്തിനാണ്? മൈക്രോ ന്യൂട്രിയൻസിനല്ല മക്കളെ, എന്തിനാണ്? മാക്രോ ന്യൂട്രിയൻസിനെയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ മെയിൻ ബൾക്ക് എന്താണ്? ഈ സാധനങ്ങൾ തന്നെയാണ്. പിന്നെന്ത്? ഡയറ്ററി ഫൈബർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരും. കുറേ കാര്യം നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും, കുറേ നമുക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അബ്സോർവ് ചെയ്യാൻ കഴിയാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിഫിക്കേറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് മാക്രോ ന്യൂട്രിയൻസിനെ വേറെ എന്ത് പേരിട്ട് വിളിക്കുന്നു മക്കളെ? പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നുണ്ട്. മറന്നു പോകരുത് കേട്ടോ, ഇവിടെ ചോദ്യമുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് ആർ ഓഫൺ ടേംഡ് ആസ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ബിക്കോസ് ദേ ഫോം ദ മെയിൻ ബൾക്ക് ഓഫ് ഫുഡ്. ഇവിടെ അസേഷൻ ചോദിക്കാം. എന്താ അസേഷൻ പറയാൻ പറ്റുന്നത്? മാക്രോ ന്യൂട്രിയൻസ് ആർ ഓഫൺ റെഫേർഡ് ആസ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ്. അസേഷൻ. അപ്പോൾ റീസൺ എന്താ? റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മാക്രോ ന്യൂട്രിയൻസ് ഫോം ദ മിനിമൽ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മിനിമൽ ബൾക്ക് ഓഫ് ഫുഡ് വി ഈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ ആയല്ലേ? റീസൺ ആയോ? ഇല്ല, റീസൺ തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ അസേഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. ഇതാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ റീസൺ ശരിയാക്കി ചോദിക്കാം. അപ്പൊ നോക്ക്, എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പഠിച്ചു. അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യക്കാരന്റെ ഭക്ഷണക്രമം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം എങ്ങനെയൊക്കെ ഏത് പ്രൊപ്പോർഷനിൽ വരണം നോക്കണം മക്കളെ. എന്താണ്? പ്രോട്ടീൻ 10 മുതൽ 15%. എന്താണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ? 10 മുതൽ 15% പ്രോട്ടീൻ. എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ മുഴുവൻ കാലറിക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, കിലോ കാലറിക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 10 മുതൽ 15% പ്രോട്ടീനിൽ നിന്ന് വരണം അല്ലേ? നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റ് ചോറും ദാലും ആണെന്നുണ്ടെങ്കിൽ ആ ചോറും ദാലും തൂക്കിയെടുത്ത് നമ്മൾ അതിനകത്ത് എത്ര കലോറി ഊർജം വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് 10 മുതൽ 15% എന്തിൽ നിന്ന് വരണം? പ്രോട്ടീനിൽ നിന്ന് വരണം. ഫാറ്റിൽ നിന്നും 15 മുതൽ 30 വന്നാൽ മതി. കൂടിയാൽ LDL എല്ലാം കൂടി നമുക്ക് കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് 50 മുതൽ 80% വരെ വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്കാരൻ്റെ പ്ലേറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലേ? എന്താ കാര്യം? ഇവിടെ 50 മുതൽ 80% വരെ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇതും കുറവായിരിക്കും, പ്രോട്ടീനിൽ നിന്നും കയറി എടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ അത് PMലേക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക കേട്ടോ, കാരണം ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻ ദ ഇന്ത്യൻ ഡയറ്ററി പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? പ്രോട്ടീൻ എത്ര ശതമാനം ഊർജം പ്രൊവൈഡ് ചെയ്യണം ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ പ്രോട്ടീനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്ര ശതമാനത്തിൽ നിൽക്കണം, എത്ര ശതമാനം ആയിരിക്കണം എന്നതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. ഓക്കെ അല്ലേടാ? 10 മുതൽ 15% പ്രോട്ടീൻ ഉണ്ടാവേണ്ടത് അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചല്ലേ? ഇനി നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് നോക്കാം. മൈക്രോ ന്യൂട്രിയൻസ് കണ്ടില്ലേടാ? വൈറ്റമിൻ A തൊട്ട് Z വരെയുള്ള വൈറ്റമിൻസും, പിന്നെ നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം, സെലീനിയം, ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം എല്ലാം ഉണ്ടല്ലേ, പൊട്ടാസ്യം, അയഡിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്ക്, ദീസ് ആർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അല്ലേ? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസുമാണ്. ദേ ആർ കാൾഡ് മൈക്രോ ന്യൂട്രിയൻസ് ബിക്കോസ് ദേ ആർ റിക്വയർ ഇൻ സ്മോൾ എമൗണ്ട്സ് വിച്ച് മേ വേരി ഫ്രം എ ഫ്രാക്ഷൻ ഓഫ് മില്ലിഗ്രാം ഓഫ് സെവറൽ ഗ്രാംസ് അല്ലേ? അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, വളരെ കുറച്ച് അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു അല്ലേ? അത്രയേ ഉള്ളൂ, അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് മക്കളെ? മാക്രോ ന്യൂട്രിയൻസ് അല്ലേ? മാക്രോ ന്യൂട്രിയൻസ് അവയെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? ഇതാണ്. അതുകൊണ്ടാണ് അവയെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ഇന്ത്യൻ ഡയറ്ററി ഇൻടേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഡയറ്റിന്റെ ടോട്ടൽ കലോറിക് വാല്യൂവിന്റെ 10 മുതൽ 15% പ്രോട്ടീനിൽ നിന്ന് വരണം. ഫാറ്റ് 15 മുതൽ 30% ഫാറ്റിൽ നിന്ന് വരണം. കാർബോഹൈഡ്രേറ്റ് 50 മുതൽ 80% വരണം അല്ലേ? അല്ലേ? ആണെന്ന് കരുതുന്നു. നമുക്ക് നേരെ അടുത്ത കാര്യത്തിലേക്ക് പോകാം. മൈക്രോ ന്യൂട്രിയൻ ഒന്നും പഠിക്കാനില്ല, ചുമ്മാ കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പ്രോട്ടീനിലേക്ക് കടക്കുകയാണ്. പ്രോട്ടീൻ
The word protein by derivation means that which of most importance, first importance, ആദ്യം പരമപ്രധാനമായ കാര്യം എന്നാണ് എന്ത് ഈ പറഞ്ഞ പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെറിവേഷൻ്റെ അർത്ഥം വരുന്നത്. ഏത് ഭാഷയിൽ നിന്ന് വന്നും ചോദിക്കുകയില്ല കേട്ടോ, അങ്ങനെ ചോദിക്കുകയില്ല. കാരണം ലാറ്റിനും ഫ്രഞ്ചിനും എല്ലാം ഇതിന് സമാനമായിട്ടുള്ള വാക്കുകളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അർത്ഥമാണ്. ഇനി നമുക്ക് നോക്കാം. പ്രോട്ടീൻസ് ആർ കോംപ്ലെക്സ് ഓർഗാനിക് നൈട്രോജീനസ് കോമ്പൗണ്ട്സ്. പ്രോട്ടീൻസ് ആർ കോംപ്ലെക്സ്, വളരെ കോംപ്ലെക്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴേ കോംപ്ലെക്സ് ആണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ ബെൻസീൻ റിങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ആലിഫാറ്റിക്കും ആലിസൈക്ലിക്കൊക്കെ നമ്മൾ പണ്ട് കേട്ട് കിളി പറന്നിട്ടുള്ള ആൾക്കാരാണ്. കിളി പറന്നുണ്ടെങ്കിൽ ശരിക്കും അറിഞ്ഞൂടാകുന്ന മാത്രമേ കിളി പറക്കുള്ളൂ. അതിൻ്റെ ബേസിക് മനസ്സിലാക്കാൻ കിളി പറക്കില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, പേടിക്കണ്ട. അപ്പോൾ എന്താണ്? പ്രോട്ടീൻസ് ആർ കോംപ്ലെക്സ് ഓർഗാനിക് നൈട്രോജീനസ് കോമ്പൗണ്ട്സ്. വ്യത്യാസം മനസ്സിലാക്കണം. എന്താ വ്യത്യാസം? എടാ, നൈട്രജൻ ഉണ്ടല്ലേ പ്രോട്ടീനിൽ നൈട്രജൻ ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പണ്ടത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എന്താണ് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ പണ്ട് ഈ പയർ ചെടികളുടെ വേരിലുള്ള നോഡ്യൂൾസിൽ കാണും എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? പഠിച്ചിട്ടില്ലേ? അതാണ്. അപ്പോൾ പയർ വളരെയധികം പ്രോട്ടീനാൽ സമ്പുഷ്ടമല്ലേ? യെസ്, ഓർത്തിരിക്കുക. നൈട്രോജീനസ് കോമ്പൗണ്ട്സ്. പ്രോട്ടീൻസ് ആർ കോംപ്ലെക്സ് ഓർഗാനിക് നൈട്രോജീനസ് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പോൾ വ്യത്യാസമുണ്ട്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ ഇൻ വേരിയിങ് അമൗണ്ട്സ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നൈട്രജന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്? കാരണം നമ്മൾ ഫാറ്റോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? നൈട്രജൻ ഇല്ല. ദേ ആർ ആൾസോ കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അവയും എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ദേ ആർ നോട്ട് നൈട്രോജീനസ്. അവയിൽ നൈട്രജൻ ഇല്ല. മെയിൻ ഡിഫറൻസ് ഇതാണ്. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ്? നൈട്രജനും അതുപോലെ സൾഫറും ഒക്കെ വേരിയിങ് അമൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടുവരാം. എന്തിൽ? പ്രോട്ടീനിൽ. ഓക്കെ, നോക്കാം. സം പ്രോട്ടീൻസ് ആൾസോ കണ്ടെയ്ൻ ഫോസ്ഫറസ് ആൻഡ് അയൺ ആൻഡ് ഒക്കേഷണലി അതർ എലമെന്റ്സ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഫാറ്റിലും അതേപോലെ കാർബോഹൈഡ്രേറ്റ് ആ പേര് തന്നെ ഉണ്ടല്ലേ. ഫാറ്റ്സ് ആർ ആൾസോ ലോങ് ചെയിൻ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അതിൽ കാർബൺ ഹൈഡ്രേറ്റ് പ്രധാനമായിട്ടുള്ളത്. ഈ എന്താണ്? നമ്മുടെ പ്രോട്ടീൻ വരുമ്പോഴത്തേക്കാണ് ഇതുപോലെയുള്ള സാധനങ്ങളിൽ ആഡായി വരുന്നത്. അവയും കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇവയും കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മെയിൻ ഡിഫറൻസ് എന്താണ്? പ്രോട്ടീനിൽ അഡീഷണൽ ആയിട്ട് എല്ലാത്തിലും നൈട്രജൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഇനി നോക്കാം. പ്രോട്ടീൻസ് ഡിഫർ ഫ്രം കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ് ഇൻ ദാറ്റ് ദേ കണ്ടെയ്ൻ നൈട്രോജൻ അല്ലേ. ഇപ്പൊ പഠിച്ച കാര്യമാണ് അല്ലേ. ദിസ് യൂഷ്വലി അമൗണ്ട്സ് ടു അബൌട്ട് 16%. എത്ര? 16%. എന്തിൻ്റെ? പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ, ഏത് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാലും ഓൺ ആൻ ആവറേജ് 16% എന്തായിരിക്കും? നൈട്രജൻ ആയിരിക്കും. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളെ അല്ലേ, അവയാണ് ഓരോരോ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് എടുക്കുക. അതിനകത്ത് നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയ പല സാധനങ്ങളെയും അളക്കാൻ വേണ്ടിയിട്ട് ഒരു വീൻഡേ അനാലിസിസ് എന്ന പരിപാടിയുണ്ട്. ആ വീൻഡേ അനാലിസിസിൽ നമ്മൾ പ്രോട്ടീനെ അല്ലെങ്കിൽ ക്രൂഡ് പ്രോട്ടീൻ കണക്കാക്കാൻ വേണ്ടി ഈ ഒരു ഐറ്റം നമ്മൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയാവൂടാ? നമ്മുടെ കയ്യിരിക്കുന്ന ആഹാരം ഏകദേശം ഒരു 100 ഗ്രാം പയറാണ് ഇരിക്കണമെന്ന് വെച്ചോ. അതിനകത്ത് എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വീൻഡേ അനാലിസിസ് വഴി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ എത്ര ശതമാനം നൈട്രജൻ ഉണ്ടെന്ന് ആദ്യം അളക്കും. അപ്പം നമുക്കറിയാവേ എന്താണ്? പ്രോട്ടീൻ്റെ 16% നൈട്രജൻ ആണെന്ന് അറിയാവേ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. 16% മറക്കാതിരിക്കാൻ ഞാൻ കഥയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര ഇത് ചോദിക്കുവേ കേട്ടോ. ഇത് 2 കാര്യങ്ങളും ചോദിക്കാം. എന്താണ്? പ്രോട്ടീൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ആസ് വെൽ ആസ് ഫാറ്റ് ജസ്റ്റ് ബിക്കോസ് എന്ന് ചോദിക്കാം. എന്താ കാരണം? ദേ കണ്ടെയ്ൻ നൈട്രജൻ അല്ലേ. ഒന്ന്. അതുപോലെ എത്ര ശതമാനമാണ് നോർമലി പ്രോട്ടീനിൽ കാണപ്പെടുന്ന നൈട്രജന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ എത്ര മക്കളെ? 16% അല്ലേ. 16 തികയുന്ന വയസ്സാണ്. മറക്കല്ലേ കേട്ടോ, 16%. ഓക്കെ, മറക്കല്ലേ, 16%. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താണ്? അമൈനോ ആസിഡ്സ് അല്ലേ. അമൈനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം.
ഒരു സംശയം ആ കാര്യത്തിന് വേണ്ട അല്ലേ. അമൈനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫാറ്റിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്താണെന്ന് നമുക്കറിയാം, അത് ഫാറ്റി ആസിഡ് ആണ് അല്ലേ. പ്രോട്ടീൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്, അമൈനോ ആസിഡുകളാണ്. മൊത്തം 20 എണ്ണം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ 20 എണ്ണം പറയുന്നത്, ചിലർ 21 പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ 20 കുറിച്ച് മാത്രം ചിന്തിക്കുക. കെ പാർക്കാണ് നമ്മുടെ വേദപുസ്തകം, നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ നോക്കാം, പ്രോട്ടീൻസ് ആർ മെയ്ഡപ്പ് ഓഫ് സ്മാളർ യൂണിറ്റ്സ് കാൾഡ് അമൈനോ ആസിഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ some 20 amino acids are stated to be needed by the human body, of which 9 are called essential. എന്താ ഒന്നുകൂടെ നോക്കാം. ഏകദേശം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ, കൃത്യമായിട്ട് 20 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കെ പാർക്ക് പറയുന്നു some 20 amino acids are stated to be needed by the human body. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് പറയപ്പെടുന്നത് 20 അമൈനോ ആസിഡ്സ് ആണ് എന്ന് കരുതി 20 എണ്ണമേ ഉള്ളെന്നുള്ളതല്ല കേട്ടോ. 20 അമൈനോ ആസിഡ്സ് ആണ്. അതിൽ 9 എണ്ണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, എസെൻഷ്യൽ അമൈനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു, എസെൻഷ്യൽ അമൈനോ ആസിഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളതിനെ 11 എണ്ണത്തിന് നമ്മൾ നോൺ എസെൻഷ്യൽ അമൈനോ ആസിഡ് എന്ന് വിളിക്കുന്നു. എന്താ ഡിഫറൻസ്? ഒരിക്കലും മാറിപ്പോകരുത്. ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് എന്നൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കണക്ക് കൂട്ടരുത്. അതായത് ഈ പറഞ്ഞ അമൈനോ ആസിഡുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ, അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ ബ്ലോക്സ് അല്ലേ. അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോ ഇന്ന് കാണുന്ന നമ്മളല്ല നാളെ കാണുന്ന നമ്മൾ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം എന്താ, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും എപ്പോഴും റീജനറേറ്റ് ചെയ്ത് പുതിയ സെല്ലുകളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഇന്നത്തെ മസിലല്ല നാളത്തെ മസിൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ മസിൽ അല്ലെ, ആ മസിലിലെ സെല്ലുകളെല്ലാം മാറിക്കഴിഞ്ഞ് കാണും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുടെ മെയിൻ്റനൻസ് നമുക്ക് എന്താവശ്യമാണ് മക്കളെ, പ്രോട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മെലിയുന്നത് അല്ലേ, മെലിഞ്ഞു പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ മെലിയുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന് മസിൽ വേസ്റ്റിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ സബ്ക്യൂട്ടീനസ് ഫാറ്റ് ഉരുകി പോകുന്ന മെലിച്ചിലും ഉണ്ട്. അവിടെ നിൽക്കട്ടെ അവരോട് പോകണ്ട. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അമൈനോ ആസിഡുകൾ എന്താണ് എസെൻഷ്യൽ, എന്താണ് നോൺ എസെൻഷ്യൽ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രോട്ടീൻ്റെ കാറ്റബോളിസവും അനബോളിസവും ചേരുന്ന മെറ്റബോളിസം എന്ന് പറയപ്പെടുന്നത്. കാറ്റബോളിസം എന്ന് പറയുമ്പോഴത്തേക്കും പല പ്രോട്ടീനും ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലേ. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ പല മസിൽസും റീജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്. പുതിയ പ്രോട്ടീനെ അല്ലെങ്കിൽ പുതിയ അമൈനോ ആസിഡ്സിനെ ബിൽഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ 20 അമൈനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ എന്താ പ്രശ്നം, ചില അമൈനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആവശ്യമായ തോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് ദ ബോഡി കനോട്ട് സിന്തസൈസ് ദം ഇൻ അമൗണ്ട്സ് കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് നീഡ്സ്. കണ്ടില്ലേ, ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിസ്റ്റഡീൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനിലൈൻ, അതുപോലെ ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ഐസോലൂസിൻ, ലൂസിൻ, വാലിൻ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഇവയും ആവശ്യമുണ്ട് അല്ലേ. ഇവയെയും ഉൽപ്പാദിപ്പിക്കും ശരീരം, ഇവയും ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് ഉണ്ടാവില്ല. കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് നീഡ്സ് അത് തികയല്ല. അപ്പം എന്താണ്, തിന്നാലേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള അമൈനോ ആസിഡ്സ് അടങ്ങുന്ന ആഹാരം നമ്മൾ കഴിച്ചാലേ നിവർത്തി ഉള്ളൂ. ഇതാണ് സംഭവം. ഇത് വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ഒരുപാട് പേർക്ക് നല്ല വ്യക്തമായ കൺസെപ്റ്റാണ്. പക്ഷേ വ്യക്തമല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. അവനെ ഇത്രയും ഡീറ്റെയിൽഡ് പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടീഷണലി എസെൻഷ്യൽ എന്നൊരു ഹെഡെല്ലാം കാണും. കെ പാർക്കിൽ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. ഞാൻ എടുത്തു വെച്ചത് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ പേര് അറിഞ്ഞിരിക്കണം. കാര്യം PYQൽ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് മൊത്തം പഠിക്കാൻ ഇത്തിരി പാടാണ്. നമുക്ക് പാടാണ്. അതുകൊണ്ട് തന്നെ ഒരു എളുപ്പ വഴി നോക്കാം. ഇത് പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ,
ആദ്യം നോക്കാം, ഹിസ്റ്റിഡിൻ എസൻഷ്യൽ അമിനോ ആസിഡ് ആണോ? ആണ്. എച്ച് ഇവിടെ ഉണ്ടോ മക്കളെ? എച്ചിൽ തുടങ്ങുന്ന ഒരു സാധനവും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ എച്ചിൽ തുടങ്ങുന്ന സാധനം വന്നു കഴിഞ്ഞാൽ അത് എസൻഷ്യൽ അമിനോ ആസിഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൂട്ടണം. പേര് പഠിക്കാനുള്ള വഴിയാ പറഞ്ഞു തരുന്നത്. ലൈസീൻ എസൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ലൈസീൻ എല്ലിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഇവിടെ ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പോൾ എല്ലിൽ തുടങ്ങുന്ന സാധനവും എന്താണ്? എസൻഷ്യൽ അമിനോ ആസിഡ് ആണ്. മെത്തിയോണിൻ നോക്കൂ, മെത്തിയോണിൻ എന്ന് പറയുമ്പോഴത്തേക്കും എമ്മിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഇവിടെ ഉണ്ടോ മക്കളെ? അതുമില്ല. അപ്പോൾ എമ്മിൽ തുടങ്ങുന്ന ഒരു അമൈനോ ആസിഡ് കാണിച്ചിട്ട് ഇത് പറഞ്ഞാലും അതും എന്താണ്? എസൻഷ്യൽ. എലിമിനേഷൻ ടെക്നിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താണ് ഇത്രയും കാണാതെ പഠിച്ച് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പറ്റുന്നവർ പഠിച്ചോളൂ, പറ്റാത്തവർക്ക് എളുപ്പവഴി പറഞ്ഞു. അപ്പോൾ എമ്മിൽ തുടങ്ങുന്ന സാധനം കണ്ടാൽ എന്താണ്? എസൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ഇനി ഫിനൈൽ അനാലിൻ അല്ലേ? അപ്പൊ നോക്കാം, പീര് തുടങ്ങുന്ന സാധനം ഉണ്ടോ? ഉണ്ട്. അപ്പോ നമ്മൾ പഠിക്കണം, ഈ രണ്ട് സാധനവും പഠിക്കണം. ഫിനൈൽ അലാനിൻ എസൻഷ്യൽ ആണെന്നും പ്രോളീൻ നോൺ എസൻഷ്യൽ അല്ലെങ്കിൽ കണ്ടീഷണൽ അതങ്ങനെ എസൻഷ്യൽ അല്ല എന്നും പഠിക്കണം. ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാം പഠിച്ചു. പിയുടെ കാര്യത്തിൽ രണ്ട് പേര് നമ്മൾ പഠിക്കണം. ഇനി നോക്കാം, ത്രിയോണിൻ അല്ലേ? ത്രിയോണിൻ എടുക്കുമ്പോഴത്തേക്കും ടി ഇവിടെയും വരുന്നുണ്ട്, ടൈറോസിനും വരുന്നുണ്ട് അല്ലേ? പിയും ടിയും അല്ലേ? ത്രിയോണിനും വരുമ്പോഴത്തേക്കും എന്താ ടിയിൽ വരുന്ന രണ്ട് സാധനം നമുക്ക് എസൻഷ്യലിൽ വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ടൈറോസിൻ വരുന്നുണ്ട് നോൺ എസൻഷ്യലിൽ. അപ്പോൾ HLM നമ്മൾ മാറ്റി നിർത്തി. HLM കണ്ടാൽ കണ്ണും പൂട്ടി എസൻഷ്യൽ എന്ന് കുത്താം. ഇനി ഐസോലൂസിൻ ഈസിയാണ്. കാരണം എന്ത്? ഐയിൽ തുടങ്ങുന്ന ഒരു സാധനവും ഇവിടെ ഇല്ല അല്ലേ? ഐയിൽ തുടങ്ങുന്ന ഒരു സാധനവും നോൺ എസൻഷ്യൽ ഇല്ല. അത് രക്ഷപ്പെട്ടു. ഇനി ലൂസിൻ എല്ലിൽ തുടങ്ങുന്ന സാധനവും ഇവിടെ ഇല്ല അല്ലേ? എല്ലിൽ തുടങ്ങുന്ന സാധനവും അവിടെ ഇല്ല. ഇനി വാലിൻ വീയിൽ തുടങ്ങുന്ന സാധനവും ഇവിടെ ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്കൊരു കോഡാക്കാം. HT ഇല്ലല്ലടാ, ടി ഇല്ലല്ലേ? HTML ആക്കാൻ പറ്റൂല. LMILV അല്ലേ? HLM ILV. ഞാനിത് കോഡ് ഉണ്ടാക്കി വെച്ചിട്ടല്ലോ അത് വന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടണത്. ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഐഡിയ തോന്നിയതാണ്. HLM ILV ഇത്രയാണ് സാധനം. ഇതിനെ നിങ്ങളൊരു കോഡാക്കി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവയെ എന്തെന്ന് വിളിക്കാം? അവ എസൻഷ്യൽ അമിനോ ആസിഡ് ആണ് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും അക്ഷരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലാണ് ഞാൻ ഒരു കോഡ് ഉണ്ടാക്കി പറഞ്ഞുതരാം. എന്നാൽ നിങ്ങൾക്ക് ഇത് ഓർക്കാൻ ഏതെങ്കിലും വൃത്തികെട്ട എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി വെച്ചാൽ Hഉം Mഉം Lഉം Iയും അതൊന്നും മറക്കുകയല്ല കേട്ടോ. L 2 ഉണ്ടല്ലോ ഇവിടെ. L ഇവിടെ ഒരു പ്രാവശ്യം എഴുതുന്ന കാര്യമില്ല കേട്ടോ. ഒരു എല്ലാം ആൾറെഡി എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ HLM IV അല്ലേ? ഇത്രയാണ് കാര്യം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്ന് തോന്നുന്നൊരു കോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനത്തിൽ അങ്ങനെ ഒരു കോഡ് അല്ലേ? എന്താണ് ഹേമലതയുടെ അങ്ങനെ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറക്കുകയില്ല. ഇപ്പോൾ തന്നെ കോഡനിക്ക് വന്ന് ഞാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കോഡ് ഉണ്ടാക്കി വെക്കുക നിങ്ങൾ. അപ്പോൾ എന്താ HLM IVയിൽ തുടങ്ങുന്ന സാധനങ്ങൾ എന്താണ്? എസൻഷ്യൽ അമൈനോ ആസിഡ് ആണ്. അപ്പോൾ അതിനെ കൂടാതെ നമുക്ക് ഏതൊക്കെയുണ്ട്? ഇത്രയും കാര്യങ്ങൾ ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ ആൻഡ് ഫിനൈലലാനിൻ ഈ 3 പേരും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസൻഷ്യലായി നോൺ എസൻഷ്യൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിരിക്കും. പിന്നെ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു കളറിൽ എഴുതി വയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ വേറൊരു കളറിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് എവിടെയെങ്കിലും തൂക്കുക. ഇവിടെയല്ല എവിടെ ആയാലും നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും പല സ്ഥലങ്ങളിലും കേട്ടോ. കാര്യം ഇത് പല സ്ഥലങ്ങളിൽ ഈ സാധനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി PSC പരീക്ഷകളിൽ പോലും നമുക്ക് ഒരു +2 ലെവലിൽ സയൻസ് ബയോളജി ഒക്കെ എടുക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടീഷണലി എസൻഷ്യൽ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. കെ പാർക്കിൽ നമുക്ക് എസൻഷ്യലിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, നോൺ എസൻഷ്യൽ ലിസ്റ്റിൽ കുറച്ച് പേരെ തന്നിട്ടുള്ളൂ. ഇതിൽ ചില സാധനങ്ങൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എസൻഷ്യലായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് പ്രീടേം ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ഇതിലുള്ള നോൺ എസൻഷ്യലിലെ ചില അമിനോ ആസിഡ് എസൻഷ്യലായിട്ട് വരാറുണ്ട്. ബിക്കോസ് അവരുടെ ആ സമയത്തുള്ള 3rd ട്രൈമസ്റ്ററുള്ള വളരെ ഉയർന്ന തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആണ്. വളരെ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുന്ന സമയമാണ് നമ്മുടെ
തേർഡ് ട്രൈമസ്റ്റർ. അപ്പോൾ തേർഡ് ട്രൈമസ്റ്ററിൽ പ്രീ ടേം ആയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ 1 മാസമൊക്കെ ഉള്ളിൽ കിടക്കുള്ളൂ. 2 മാസമൊക്കെ പ്രീ ടൈം ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിനകത്തുള്ള ചില അമൈനോ ആസിഡ്സ് നമുക്ക് എന്തായിട്ട് വരാറുണ്ട്, എസെൻഷ്യലായിട്ട് ഡയറ്ററി എസെൻഷ്യലായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. 1 മാർക്ക് പ്രീവിയക്ക് കൂടെ കിടക്കുന്ന സാധനമാണ്, മറന്നു പോകല്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. ലൂസീൻ, ഐസോലൂസീൻ, ലൈസീൻ, മെത്തിയോണിൻ, ഫിനാലിൻ, ത്രിയോണിൻ, വാലിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഹിസ്റ്റഡീൻ അല്ലേ. ഓക്കെ, അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇൻക്ലൂഡ് ആർജിനീൻ, അസ്പാർജിനിക് ആസിഡ്, സെറീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോളീൻ ആൻഡ് ഗ്ലൈസിൻ. ഇത്ര മാത്രമേ നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ എന്ന് കരുതി ബാക്കിയുള്ളതൊന്നും നോൺ എസെൻഷ്യൽ അല്ല എന്നുള്ളതല്ല. നോക്കാം. ബോത്ത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നീഡഡ് ഫോർ സിന്തസിസ് ഓഫ് ടിഷ്യൂ പ്രോട്ടീൻസ്. എന്താടാ ടിഷ്യൂ പ്രോട്ടീൻ്റെ സിന്തസിസിന് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? എസെൻഷ്യലും ആവശ്യമാണ്, നോൺ എസെൻഷ്യലും നമുക്ക് ആവശ്യമാണ് അല്ലേ. ഇനി നോക്കാം. സം ഓഫ് ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഹാവ് ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ ഫങ്ഷൻസ്. എന്തൊക്കെയാണ്? 2-3 എക്സാമ്പിൾസ് പറഞ്ഞിട്ട് വേണമെങ്കിൽ കയറി ചോദിക്കാം കേട്ടോ. എന്താണ്? ഫോർമേഷൻ ഓഫ് നിയാസിൻ. നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 ഫ്രം ട്രിപ്റ്റോഫാൻ അല്ലേ, ട്രിപ്റ്റോഫാൻ. ദ ആക്ഷൻ ഓഫ് മെത്തിയോണിൻ ആസ് എ ഡോണർ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്സ് ഫോർ ദ സിന്തസിസ് ഓഫ് കോളിൻ, ഫോളേറ്റ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് അല്ലേ. അപ്പോൾ കോളിൻ്റെയും ഫോളേറ്റിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും സിന്തസിസിൽ ആര് സഹായിക്കുന്നുണ്ട്? മെത്തിയോണിൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഫോർമേഷൻ ഓഫ് നിയാസിന് ആര് സഹായിക്കുന്നുണ്ട്? ട്രിപ്റ്റോഫാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിയാസിൻ്റെ ഫോർമേഷനിൽ ട്രിപ്റ്റോഫാൻ സഹായിക്കുന്നു എന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ എന്താണ് ഈ കാര്യം? എന്താണ് നമ്മുടെ മെത്തിയോണിൻ മീഥൈൽ ഗ്രൂപ്പ് ഡോണറായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിനാണ്? കോളിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെയൊക്കെ സിന്തസിസിൽ മെത്തിയോണിൻ എന്തായിട്ട് മീഥൈൽ ഗ്രൂപ്പ് ഡോണറായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അത് ഓർത്തിരിക്കണം കേട്ടോ. അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം അതൊരു എക്സാമ്പിളർ കൊടുത്ത് അങ്ങനെ എക്സാമ്പിളിൽ നിന്ന് ഒരു ചോദ്യം അങ്ങനെ സാധാരണ ചോദിച്ച് കാണാറില്ല. നോക്കാം. There is evidence that cysteine and tyrosine are essential for premature babies അല്ലേ. പ്രീ ടേം ബേബീസ് സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. സിസ്റ്റീനും അതുപോലെ ടൈറോസിനും എന്താണ് എസെൻഷ്യൽ ആണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അവയെ എന്തില് കണ്ടീഷൻലി എസെൻഷ്യൽ അമിനോ ആസിഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങളും പല കണ്ടീഷൻസിൽ എസെൻഷ്യൽ ആണെന്ന് പറയപ്പെടുന്നു പുതിയ സ്റ്റഡീസ്. അതുകൊണ്ടാണ് ഇത്രയും സാധനത്തിന് ഇങ്ങനെ അവർ മാറ്റിയിട്ടേക്കുന്നത്. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കെ പാർക്കിൻ്റെ അതേപടിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കാം. there is evidence that cysteine and tyrosine are essential for premature babies അല്ലേ. അപ്പോൾ നോക്കാം. new tissues cannot be formed unless all the essential amino acids are present in the diet അല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ബിൽഡിംഗ് നടക്കില്ല അല്ലേ. എ പ്രോട്ടീൻ ഈസ് സെഡ് ടു ബി ബയോളജിക്കലി കംപ്ലീറ്റ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ഇൻ എമൗണ്ട്സ് കറസ്പോണ്ടിങ് ടു ഹ്യൂമൻ നീഡ്സ്. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ ശ്രദ്ധിക്കുന്ന ടേമാണ്, ചോദിക്കാം. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ. അപ്പോൾ ഒരു പ്രോട്ടീന് ബയോളജിക്കലി കംപ്ലീറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡും ഉണ്ടായാൽ മാത്രം പോരാ. എങ്ങനെ ഉണ്ടായിരിക്കണം? എമൗണ്ട്സ് കറസ്പോണ്ടിങ് ടു ഹ്യൂമൻ നീഡ്സ്. മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടിൽ അനുപാതത്തിൽ ഉണ്ടായാൽ നമുക്കതിനെന്തെന്ന് വിളിക്കാം? ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. ചോദ്യം കിടക്കുന്ന കണ്ടോ നിങ്ങൾ? ചോദ്യം ഉണ്ടാക്കണം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തരുന്ന 10-60 ചോദ്യങ്ങളുടെ പരീക്ഷ എഴുതിയിട്ട് ഫുൾ അടിച്ചുകൊണ്ടിരിക്കാതെ ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം എന്നും കൂടെ ചിന്തിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചാൽ പൊന്നുമക്കളെ നിങ്ങളെ തോൽപ്പിക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പറ്റില്ല. ഓക്കെ, വിജയത്തിലേക്കുള്ള ഓരോരോ കീസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നോക്കാം. When one or more of the essential amino acids are lacking, the protein is said to be biologically incomplete. നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഏതെങ്കിലും എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോട്ടീനെ ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. നമ്മുടെ വെജിറ്റബിൾ സോഴ്സിലുള്ള എല്ലാ പ്രോട്ടീനും ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് ആണ്, ഒരു സംശയമില്ല, കാര്യത്തിൽ വേണ്ട. അതേസമയം നമ്മുടെ ആനിമൽ പ്രോട്ടീൻസ് അല്ലേ,
അനിമൽ സോഴ്സിൽ നിന്ന് വരുന്ന മിൽക്ക് ആവട്ടെ, മീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ബാക്കി എഗ്ഗ് ആവട്ടെ, എല്ലാം ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും അവയിലുണ്ട്. ഓക്കെ, അപ്പോൾ വെജിറ്റേറിയൻസ് എങ്ങനെ രക്ഷപ്പെടും? വെജിറ്റേറിയൻസ് അങ്ങനെ പേടിക്കേണ്ട, രക്ഷപ്പെടാൻ മാർഗമുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അതും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. എ പ്രോട്ടീൻ ഈസ് സെഡ് ടു ബി ബയോളജിക്കലി കംപ്ലീറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ എസൻഷ്യൽ അമൈനോ ആസിഡ്സ് ഇൻ ദ എമൗണ്ട്സ് കറസ്പോണ്ടിങ് ടു ഹ്യൂമൻ നീഡ്സ്. അല്ലേ, ഹ്യൂമൻ നീഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട്സിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവയെ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും എസൻഷ്യൽ അമൈനോ ആസിഡ് ഇല്ലെങ്കിൽ അതെന്ന് വിളിക്കൂടാ, ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കും. അല്ലേ, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഫ്രം ദ ന്യൂട്രീഷൻ സ്റ്റാൻഡ് പോയിന്റ്, ആനിമൽ പ്രോട്ടീൻസ് ആർ റേറ്റഡ് സുപ്പീരിയർ ടു വെജിറ്റബിൾ പ്രോട്ടീൻസ് ബിക്കോസ് ദേ ആർ ബയോളജിക്കലി കംപ്ലീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവയിൽ എന്തുണ്ട്? ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. അല്ലേ, അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നു. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, മിൽക്ക് ആൻഡ് എഗ് പ്രോട്ടീൻസ് ഹാവ് ദ പാറ്റേൺ ഓഫ് അമൈനോ ആസിഡ്സ് കൺസിഡേർഡ് ടു ബി മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻസ്. അല്ലേ, മിൽക്കിലും എഗ്ഗിലുമുള്ള പ്രോട്ടീനുകളെ അതിൻ്റെ പാറ്റേണിന് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ഏറ്റവും നമുക്ക് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് കാരണം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലേ, ഈ രണ്ട് സാധനവും മിൽക്കും എഗ്ഗും എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫുഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലേ, ഫുഡായിട്ടാണ്. ചായയുടെ കാര്യമല്ലേ ഞാൻ പറയണത്. അതായത് എഗ്ഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ എഗ്ഗിനകത്ത് രൂപം കൊള്ളാൻ പോകുന്ന ജീവിക്ക്, ഇപ്പോൾ കോഴിയാണെങ്കിൽ 21 ദിവസം ജീവിക്കാനുള്ള ആഹാര പദാർത്ഥമാണ് ആ ഫുഡ്. അല്ലേ, യെസ്. അതുപോലെ മിൽക്ക് എന്ന് പറയുമ്പോൾ സസ്തനികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ എഗ്ഗിൽ 21 ദിവസം സംഭരിച്ച് വെച്ച് അതേപോലെ അല്ലേ ഈ കുട്ടി വളർന്ന് മറ്റുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് പാകമാകുന്നത് വരെ ആ കുട്ടിയെ വളർത്താൻ വേണ്ടി അമ്മ യൂട്ടുന്ന പാല്. അല്ലേ, അത് ഏത് സ്പീഷീസും ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിന് മാത്രമല്ല എല്ലാവർക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് എഗ്ഗിലും മിൽക്കിലുമുള്ള പ്രോട്ടീൻ. അല്ലേ, ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? നോക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെ ഒന്നുകൂടെ പറഞ്ഞുതരാം മക്കളെ. അമൈനോ ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവയിൽ 9 ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എത്ര എസൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ താഴെ തന്നിരിക്കുന്നവയിൽ എസൻഷ്യൽ അമിനോ ആസിഡ് ആയത് അല്ലാത്ത അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലേ, അപ്പോൾ നമുക്കിത് പഠിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോൺ എസൻഷ്യൽ അമിനോ ആസിഡിൽ ഏതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ട്രിപ്റ്റോഫാൻ എന്തിനു വേണ്ടിയിട്ട്? മെത്തിയോണിന് ട്രിപ്റ്റോഫാന് നിയാസിൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു മനസ്സിലാക്കി. അല്ലേ, ഈ 2 എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റീനും ടൈറോസിനും പ്രീമച്ചുർ ബേബീസിന് എസൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കി. പിന്നെ സിമ്പിളായ കാര്യങ്ങളാണ്. ബയോളജി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും അല്ലെ എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡും ആവശ്യമുള്ള തോതിലുള്ളതാണെന്ന് മനസ്സിലാക്കിയുള്ള പ്രോട്ടീൻ ബയോളജി കംപ്ലീറ്റ്, അതില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് മനസ്സിലാക്കി. അല്ലേ, ഇനി നമുക്ക് എന്താണ് ന്യൂട്രീഷൻ സ്റ്റാൻഡ് പോയിന്റ് ബയോളജി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും വെജിറ്റബിൾ പ്രോട്ടീനൊക്കെ സുപ്പീരിയർ ആണ് അനിമൽ പ്രോട്ടീൻ. കാരണം അതെല്ലാം മിക്കവാറും ബയോളജിക്കലി കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. മിൽക്കും എഗ്ഗ് പ്രോട്ടീനും അതിൻ്റെ പാറ്റേൺ സൂപ്പറാണ് കഴിക്കാൻ. അല്ലേ, അതുകൊണ്ട് തന്നെ അവയെ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രോട്ടീൻസ് ആർ നീഡഡ് ബൈ ദ ബോഡി ഫോർ എന്തിനൊക്കെ? ഫസ്റ്റ് ബോഡി ബിൽഡിംഗ്. ഇപ്പോൾ നമുക്ക് ബോഡി ബിൽഡിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ദിവസവും ഞാൻ ചിക്കനെ കഴിക്കുന്നില്ലേ, പിന്നെന്താ ഞാൻ വണ്ണം വെക്കാത്തെ? അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ബോഡി ബിൽഡ് നടക്കാത്ത എന്തുകൊണ്ടാണ്? ചിക്കൻ കഴിച്ചാൽ മാത്രം പോരാ, അവിടെ നിൽക്കട്ടെ. ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെരി മിനിമൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അതെ, അഡൾട്ടായിട്ടുള്ളൊരു കുട്ടിയെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, അഡൾട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് വളർച്ചയുള്ള കുട്ടികൾക്കും ഒക്കെ മെയിനായിട്ട് ബോഡി ബിൽഡിംഗ് അല്ല പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മളിലെല്ലാം പ്രധാനമായിട്ടും മെയിൻ്റനൻസാണ് വരുന്നത്, മെയിൻ്റനൻസ് വർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി ബിൽഡിംഗ് വെരി മിനിമൽ കമ്പയർഡ് ടു റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അല്ലേ, അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ, പ്രത്യേകിച്ച് അഡൾട്ടിൽ എന്താണ്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് കേട്ടോ മക്കളെ. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഫംഗ്ഷനാണ്, പ്രൈം ഫംഗ്ഷനാണ്. അപ്പോൾ വെരി യങ് ചിൽഡ്രനിലും ഇൻഫൻസിലുമാണ് ബോഡി ബിൽഡിംഗ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരിക. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടിഷ്യൂ എന്ന് പറഞ്ഞു, അത് കുഞ്ഞുങ്ങളിലും വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ട്.
അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ ഇത് എന്താണ് ഞാൻ വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പ്രഷർ എക്സർട്ട് ബൈ എ സൊല്യൂഷൻ ഓർ ഫ്ലൂയിഡ് അല്ലേ. ഒരു ഫ്ലൂയിഡ് ആവട്ടെ സൊല്യൂഷൻ ആവട്ടെ ഏതെങ്കിലും ബയോളജിക്കൽ മെംബ്രെയിനിലേക്ക് പ്രയോഗിക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ ഉദാഹരണം പറഞ്ഞു തരും? കോട്ടെ, വെറുതെ നമ്മൾ ആ ഉദാഹരണം സമയം കളയണ്ട. അപ്പോൾ എന്തായാലും ഇത് നോക്ക്, ഇതെന്താണ്, ഇത് നമ്മളെ സംബന്ധിച്ച് ബോഡി മെയിൻ്റനൻസ് ആണ്. ബോഡി മെയിൻ്റനൻസ് നമുക്കറിയാം, മസിൽ സിന്തസിസ് നടക്കുന്നുണ്ട്, അതുപോലെ മസിൽ ബ്രേക്ക് ഡൗൺ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. മസിൽ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമൈനോ ആസിഡാക്കി തിരിച്ചു പോകും, അപ്പോൾ അമൈനോ ആസിഡ് പിന്നെയും കൊണ്ട് മസിൽ സിന്തസിസ്, അങ്ങനെയാണ് ആ ഒരു സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ബോഡി ബിൽഡിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസും ബോഡി ബിൽഡിങ്ങും മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഒരു ഫംഗ്ഷനാണ്. പിന്നെ സിന്തസിസ് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസ് ലൈക്ക് എന്തൊക്കെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം മക്കളെ അല്ലേ. അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഹീമോഗ്ലോബിൻ്റെ ഭാഗമാണ്, അവിഭാജ്യ ഘടകമാണ് പ്രോട്ടീൻ. എൻസൈമുകളുടെ അവിഭാജ്യ ഘടകമാണ് പ്രോട്ടീൻ. ഹോർമോണുകളുടെ അല്ലേ, അതുപോലെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ എല്ലാം അവിഭാജ്യ ഘടകമാണ് പ്രോട്ടീൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത് ഒന്നുകൂടെ നോക്കി വയ്ക്കാം. ബോഡി ബിൽഡിങ്ങും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നമുക്കറിയാം. മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മറന്നുപോയി താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ആയത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും സിയും കൃത്യമായിട്ട് കേപ്പാർക്ക് പ്രകാരം തന്നെ നമ്മൾ പഠിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചു. പിന്നെന്താണ് സിന്തസിസ് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസസ് അല്ലേ. ഇത്തരത്തിലുള്ള എല്ലാ സാധനത്തിനും സിന്തസിസിനെ ആര് സഹായിക്കുന്നുണ്ടാ? പ്രോട്ടീൻ. ഉറങ്ങരുത്. ആരാണ്? പ്രോട്ടീൻ സഹായിക്കുന്നുണ്ടല്ലേ. പ്രോട്ടീനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം അല്ലേ. പ്രോട്ടീൻസ് ആർ കണക്റ്റഡ് വിത്ത് ദ ഇമ്മ്യൂൺ മെക്കാനിസം ഓഫ് ദ ബോഡി അല്ലെ. ഇമ്മ്യൂൺ മെക്കാനിസമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ പ്രോട്ടീൻസ് ക്യാൻ ആൾസോ സപ്ലൈ എനർജി അല്ലേ. എനർജി. അപ്പോൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് എനർജി സോഴ്സ് ആയിട്ട് പ്രധാനമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അതിനുള്ള ഫാറ്റും ആണല്ലേ. അതിന് യാതൊരു സംശയമില്ല. കാർബോഹൈഡ്രേറ്റിന് 1 ഗ്രാം എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ എത്ര? 4 കിലോ കാലറി നമുക്ക് കിട്ടും അല്ലേ. അതേപോലെ ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര? 9 കിലോ കാലറി കിട്ടും അല്ലേ. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ഈ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാലും കാർബോഹൈഡ്രേറ്റിന് തുല്യമായിട്ടുള്ള എനർജി കിട്ടും. പക്ഷേ എന്താണ് അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്തല്ല? എനർജി സപ്ലൈ ചെയ്യൽ എന്നുള്ളതല്ല അല്ലേ. അപ്പോൾ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണ്. നമുക്കിപ്പോൾ പ്രോട്ടീൻ കഴിച്ചാൽ അല്ലെങ്കിൽ പ്രോട്ടീൻ വഴിയും നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അല്ലേ. എത്ര? 4 കിലോ കാലറി പെർ 1 ഗ്രാം അല്ലെ. 1 ഗ്രാം പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 കിലോ കാലറി കിട്ടും. ഇത് എപ്പോഴാണ് നമ്മുടെ ശരീരം ആ ഒരു വഴിയിട്ട് പോകുന്നത്? എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്ന സമയത്താണടാ. അതായത് ആവശ്യത്തിന് ആഹാരം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം ജനറേറ്റ് ചെയ്യും നമ്മുടെ ശരീരം. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും അല്ലേ. മരാസ്മസ്, ക്വാഷിയോർക്കർ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നേരത്തെ ചോദിച്ച ചോദ്യം പ്രോട്ടീൻസ് ക്യാൻ ആൾസോ സപ്ലൈ എനർജി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 4 കിലോ കാലറി ഉത്തരം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സി വലുതായിട്ട് തന്നിരുന്നാലും അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ, സി. അപ്പോൾ അതുപോലെ 4 കാലറി എന്ന് അല്ലെങ്കിൽ കിലോ കാലറി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ 4 കഴിഞ്ഞിട്ട് ഈ സി ചെറുതായിട്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? കാലറി എന്നും അതുപോലെ 4 കഴിഞ്ഞിട്ട് സി വലുതായിട്ട് നിന്നാൽ അത് കിലോ കാലറി എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാറ് പറഞ്ഞു KCAL നിന്ന് കണ്ടില്ലല്ലോ, അപ്പോൾ അതല്ല ഉത്തരം എന്ന് വിചാരിക്കരുത്. 4 കഴിഞ്ഞ് വലിയ സി ആണ്, ക്യാപിറ്റൽ ലെറ്റർ സി ആണെന്നുണ്ടെങ്കിൽ അത് കിലോ കാലറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ കാലറി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കിലോ കാലറി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എനർജി ആണ് അല്ലേ. എനർജി നമുക്ക് പുറമേ ആയാലും അകത്താണെന്നുണ്ടെങ്കിലും ഒക്കെ എനർജി തന്നെയാണല്ലേ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാന്നൊക്കെ പഠിച്ചില്ലേ നമ്മൾ? അത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള എനർജി. അപ്പോൾ എന്താണ് ഒരു കാലറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 1 ഗ്രാം വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കണ്ട് വർദ്ധിപ്പിക്കാൻ എത്ര ചൂട് ആവശ്യമാണോ അതാണ് 1 കാലറി. ഒരു ചെറിയ സി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വർദ്ധിപ്പിക്കാൻ എത്ര ചൂട് വേണമോ അല്ലെങ്കിൽ എത്ര ഊർജ്ജം വേണമോ അതിനാണ് 1 കാലറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 4 കിലോ കാലറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4 കിലോ കാലറി 4 കിലോ കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, 4 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നു അല്ലേ. 4 ലിറ്റർ വെള്ളം ഇപ്പോൾ ഇരിക്കുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചോളൂ. അതിനെ
ടെമ്പറേച്ചർ 38 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താൻ വേണ്ടി നമ്മൾ എത്ര ചൂട് അല്ലെങ്കിൽ എത്ര എനർജി കൊടുക്കണം? അതാണ് 4 കിലോ കാലറി. അതിന്റെ അർത്ഥം എന്താണ്? 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ബോംബ് കലോറി മീറ്ററിൽ വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഊർജ്ജം നമുക്ക് സ്വതന്ത്രമാക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കാലറി എന്താണ്, കിലോ കാലറി എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എന്താണ് ഒരു ചെറിയ സി അല്ലെങ്കിൽ ഒരു കാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം വെള്ളത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെന്റിഗ്രേഡ് കണ്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നോക്കാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വേസ്റ്റ്ഫുൾ ഇഫ് പ്രോട്ടീൻസ് വെയർ യൂസ്ഡ് ഇൻ സച്ച് പർപ്പസ്. അല്ലേ, നേരത്തെ പറഞ്ഞു എന്താണ് ഇവയുടെ ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ ഊർജം ശരീരത്തിന് കൊടുക്കലല്ല. പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാടാ? ബോഡി ബിൽഡിംഗ്, ബോഡി മെയിൻ്റനൻസ്, എൻസൈംസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണല്ലേ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഊർജം കൊടുക്കലല്ല. അപ്പോൾ എപ്പോഴാ ഊർജം അത് ഉപയോഗിച്ച് ശരീരത്തിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്? നമുക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ട്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ശരീരത്തിലേക്ക് എത്തുന്നില്ല, നമ്മുടെ ശരീരത്തിൽ റിസർവുകളില്ല. നമ്മൾ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ കഴിച്ചില്ലെങ്കിൽ ആദ്യം നമുക്ക് റിസർവ് എടുക്കും. എവിടെയാ റിസർവ് വെച്ചിരിക്കുന്നത്? സബ്ക്യൂട്ടേനിയസ് ഫാറ്റില അല്ലേ, അതായത് തൊലിക്ക് അടിയിലുള്ള ഒരു ഫാറ്റി ലെയർ ഉണ്ട്, അഡിപ്പോസ് ടിഷ്യൂ നമ്മൾ പറയും അല്ലെ. ഈ അഡിപ്പോസ് ടിഷ്യൂ കാരണമാണ് നമുക്ക് വയറിൽ കുടവയറായി തള്ളി വരുന്നതല്ല. അവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? ആ ഫാറ്റിന്റെ രൂപത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനല്ലേ. ആദ്യം അതെടുക്കും, അതെടുത്ത് ഉപയോഗിക്കും. അതും തീർന്നു കഴിഞ്ഞാൽ എന്തിലോട്ട് പോകും? പിന്നെ ഉള്ള പ്രോട്ടീൻ നിന്ന് എടുക്കും അല്ലേ. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് അല്ലേ, അതിന് നമുക്കൊരു അത് പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു ഉപയോഗമുള്ള കാര്യമല്ല അല്ലേ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വേസ്റ്റ്ഫുൾ ഇഫ് പ്രോട്ടീൻസ് വെയർ യൂസ്ഡ് ഫോർ സച്ച് എനർജി പർപ്പസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. എന്താണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫംഗ്ഷൻസ്. ബോഡി ബിൽഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ഇത്രയും സാധനങ്ങൾ സിന്തസൈസ് ചെയ്യാനും നമുക്ക് എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. അതുപോലെ പ്രോട്ടീൻസ് ആർ കണക്റ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അതുപോലെ പ്രോട്ടീൻസ് അതിന് നമുക്ക് എനർജി തരാനും പറ്റും. പക്ഷേ ദാറ്റ്സ് നോട്ട് ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ. അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ല ഇത്. അങ്ങനെ ഇൻ കേസ് ഒരു ശരീരത്തിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആണ്. കാരണം എന്താണ്? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഹൈലി ഡിമാൻഡുള്ള സാധനമാണല്ലേ. കൂടുതൽ വിലയുള്ള ഫുഡുകൾ നിങ്ങൾ നോക്ക്, എപ്പോഴും പ്രോട്ടീനുള്ള ഫുഡിനായിരിക്കും കൂടുതൽ വിലയുള്ളത് അല്ലേ. പയറിന് വില കൂടുതലല്ലേ, മത്സ്യത്തിന് വില കൂടുതലല്ലേ, മാംസത്തിന്, മുട്ടയ്ക്ക്, പാലിന് ഒക്കെ താരതമ്യേന മറ്റുള്ള സ്റ്റേപ്പിൾ ഫുഡുകൾ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലല്ലേടാ. ആണ് അല്ലേ. കപ്പലണ്ടി പരിപ്പ്, പിസ്ത, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനവും എടുത്തു കഴിഞ്ഞാലും വില കൂടുതലാണ് അല്ലേ. വാൽനട്ട് കണ്ടോ, എല്ലാ സാധനങ്ങളും. ഓക്കെ, അതുപോലെ ആനിമൽസ്. അപ്പോൾ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 സോഴ്സ് അല്ലേ, 2 സോഴ്സാണ്. ആനിമൽ സോഴ്സിലുള്ള ഫുഡും ഉണ്ട്, പ്ലാന്റ് സോഴ്സിലുള്ള പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ സോഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. സോഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. മാത്രമല്ല ചില അമിനോ ആസിഡ്സിലുണ്ടാകുന്ന വേരിയൻസ് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കാം. പ്രോട്ടീൻസ് ഓഫ് ആനിമൽ ഒറിജിൻ ആർ ഫൗണ്ട് ഇൻ മിൽക്ക്, മീറ്റ്, എഗ്, ചീസ്, ഫിഷ്, ഫൗൾ എക്സെട്ര. നമുക്കെല്ലാം അറിയാം. ഇത് അനിമൽ ഒറിജിൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും എഴുതും. കാര്യം പാലും മുട്ടയും ഒക്കെ അനിമൽ ഒറിജിൻ ആണല്ലോ. ബാക്കിയുള്ള എല്ലാ മീറ്റ് ഐറ്റംസും ഫിഷും ഒക്കെ നമുക്ക് അനിമൽ ഒറിജിൻ ആണ്. ദീസ് പ്രോട്ടീൻ കണ്ടെയ്ൻ ഓൾ ദി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇൻ ആഡിക്വേറ്റ് എമൗണ്ട്സ്. അതുകൊണ്ട് തന്നെ അനിമൽ സോഴ്സിലുള്ള പ്രോട്ടീനെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം അല്ലേ. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. എഗ് പ്രോട്ടീൻസ് ആർ കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് എമംഗ് ഫുഡ് പ്രോട്ടീൻസ് ബിക്കോസ് ഓഫ് ദെയർ ഹൈ ബയോളജിക്കൽ വാല്യൂ ആൻഡ് ഡൈജസ്റ്റബിലിറ്റി. ഇവിടെ ചോദ്യം കിടപ്പുണ്ട്. എഗ് പ്രോട്ടീൻസ് ആർ കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് എമംഗ് ഫുഡ് പ്രോട്ടീൻസ്. കണ്ടോ, ഫുഡ് പ്രോട്ടീൻസിലെ ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഏതാടാ? എഗ് പ്രോട്ടീൻ ആണ് അല്ലേ. അപ്പോൾ റെഫറൻസ് പ്രോട്ടീൻ ആയിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് ആര്? എഗ്ഗിലുള്ള പ്രോട്ടീൻ. നോക്കാം. എഗ് പ്രോട്ടീൻസ് ആർ കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് എമംഗ് ഫുഡ് പ്രോട്ടീൻസ് ബിക്കോസ് എന്തുകൊണ്ടാണ്? ദെയർ ഹൈ ബയോളജിക്കൽ വാല്യൂ ആൻഡ് ഡൈജസ്റ്റബിലിറ്റി. അതിന്റെ കാരണം എന്താണ്? അതിന് ഹൈ ബയോളജിക്കൽ വാല്യൂ ആണുള്ളത്. എങ്ങനെയാ ഹൈ ബയോളജിക്കൽ വാല്യൂ വരിക? എങ്ങനെയാണ്? അപ്പൊ മീറ്റിലെല്ലാം എന്തുണ്ട്? എസൻഷ്യൽ അമിനോ ആസിഡ് എല്ലാം ഇല്ലേ? ഉണ്ട്. എസൻഷ്യൽ അമിനോ ആസിഡ് എല്ലാം ഉണ്ടെന്ന് മാത്രമല്ല അവയുടെ അടുക്കും കാര്യങ്ങളും ചിട്ടയും എല്ലാം നമ്മുടെ ശരീരത്തിന് അത്രയും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എഗ്ഗിലുള്ള പ്രോട്ടീൻ വെച്ചിരിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അമിനോ ആസിഡ്സിനെ അടുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമ്മളിൽ നിന്ന് ഹൈ ബയോളജിക്കൽ വാല്യൂ പ്രോട്ടീൻ എന്ന് പറയുന്നു അല്ലേ, എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റബിലിറ്റിയും വളരെ കൂടുതലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ എന്തെന്ന് റെഫറൻസ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത് ഏത് പ്രോട്ടീൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എഗ് പ്രോട്ടീൻ ആണ്.
ദേ ആർ യൂസ്ഡ് ഇൻ ന്യൂട്രീഷ്യസ് സ്റ്റഡീസ് ആസ് എ റെഫറൻസ് പ്രോട്ടീൻ. റെഫറൻസ് പ്രോട്ടീൻ എന്ന് പലപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എഗ് പ്രോട്ടീനെയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് എന്ത്? എഗ് പ്രോട്ടീൻ അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബോഡി ബിൽഡേഴ്സിൻ്റെ മുട്ടയുടെ മഞ്ഞയെ കഴിച്ച് മസിൽ പെരുപ്പിക്കാൻ പറയുന്നത്. ഓക്കെ അല്ലടാ. അപ്പോൾ അനിമൽ സോഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എഗ് പ്രോട്ടീനെ കുറിച്ച് എടുത്തു പറയാതെ പോകാൻ നിവൃത്തിയില്ല. അനിമൽ സോഴ്സ് എല്ലാം മിക്കവാറും എല്ലാം ബയോളജിക്കലി കംപ്ലീറ്റ് ആണ്. കാരണം എന്താ? എല്ലാത്തിലും എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ എഗ് പ്രോട്ടീനെ നമ്മൾ റെഫറൻസ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മിക്കവാറും മറ്റുള്ള എല്ലാ പ്രോട്ടീൻ സോഴ്സും വെച്ച് നോക്കുമ്പോൾ ദ ബെസ്റ്റ് എമംഗ് പ്രോട്ടീൻസ് വിളിക്കാവുന്നത് എന്തിനെയാണ്? എഗ് പ്രോട്ടീനെയാണ്. അതുപോലെ ഹൈ ബയോളജിക്കൽ വാല്യൂവും ഡൈജസ്റ്റബിലിറ്റിയും ആണ് ഇതിനെ ബെസ്റ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ? ഓക്കെ, ഇനി വെജിറ്റബിൾ സോഴ്സ് നോക്കാം. വെജിറ്റബിൾ പ്രോട്ടീൻസ് ആർ ഫൗണ്ട് ഇൻ പൾസസ്, അതായത് ലെഗ്യൂംസ് അല്ലേ? ലെഗ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും പയറുവർഗ്ഗ ചെടികളാണ് നമ്മൾ ലെഗ്യൂംസ് എന്ന് വിളിക്കുക. അതുപോലെ സിരിയൽസ് ധാന്യങ്ങൾ, ബീൻസ് അല്ലേ, നട്ട്സ്, അതുപോലെ ഓയിൽ സീഡ് കേക്ക്സ് അല്ലേ? ഓയിൽ സീഡ് കേക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലേ? തേങ്ങാ പിണ്ണാക്ക് നമ്മൾ ഫുഡിൽ ഉപയോഗിക്കാറില്ലേടാ? ഫുഡിൽ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ് തേങ്ങാ പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കാരണം തേങ്ങ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മൾ കഴിക്കാറുണ്ടെന്ന് വെച്ചാൽ കഴിച്ചാലും വരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തേങ്ങാ പിണ്ണാക്ക് നമുക്ക് നനച്ച് മറ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് വളരെ നല്ലൊരു സോഴ്സാണ്. ശ്രദ്ധിക്കുക, ദേ ആർ പുവർ ഇൻ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ്. എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എല്ലാമൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കുന്ന നിർബന്ധമില്ല. നോക്കാം, ഇവിടെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പുവർ മാൻസ് മീറ്റ് എന്നറിയപ്പെടുന്ന സാധനം എന്താണ്? പൾസുകളെയാണ് എന്ത്? പുവർ മാൻസ് മീറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പൾസസ് പയറുവർഗ്ഗ ചെടികളെ നമ്മൾ എന്ന് വിളിക്കുന്നു? പുവർ മാൻസ് മീറ്റ് എന്ന് വിളിക്കുന്നു അല്ലേ? പുവർ മാൻസ്, പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്ന് വിളിക്കുന്നു. ഓക്കെ, നോക്കാം, നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളാണ് എന്ത് ഹൈലൈറ്റിൽ? വി ആർ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലേ? ഡെവലപ്ഡ് കൺട്രീസ് അല്ല, വി ആർ developing countries. In developing countries such as India, cereals and pulses are the main source of dietary protein because they are cheap, easily available and consumed in bulk അല്ലേ? ഇപ്പം നിങ്ങൾ വിദേശ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ പോവുകയോ അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളും അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള ആൾക്കാരുടെ ആഹാര രീതി എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ലുക്ക് ലൈക്ക് സം വാട്ട് എന്താണ്? അതിനകത്ത് ചിലപ്പോൾ ഒരു പീസ് ചിക്കൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീറ്റിൻ്റെ ഒരു കഷ്ണം അവർക്ക് ആവശ്യത്തിനുള്ളതുണ്ടാകാം, പിന്നെ ചീസ് ഉണ്ടാകും, പിന്നെ അതിനകത്ത് നമുക്ക് റോ ആയിട്ടുള്ള പച്ചക്കറി ബ്രോക്കോളി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മഷ്റൂം ഒക്കെ ചിലപ്പോൾ റോ ആയിട്ട് അവർ കഴിക്കും. അങ്ങനെയൊക്കെയുള്ള മീൽ പ്ലാനിങ്ങാണ് അവർക്കുള്ള കാര്യം. ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ആവശ്യമാണ്, ഫൈബറിന് ഇത്ര, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അവർക്ക് അല്ലേ? കാരണം ദെയർ ഡെവലപ്ഡ് പീപ്പിൾ അല്ലേ? അവരുടെ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പം നമ്മൾ ഭയങ്കര സെറ്റപ്പ് അങ്ങനെ വിചാരിക്കേണ്ട. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക്കലി അവർക്കൊരു വെൽബീയിങ് ഉണ്ട് എന്നുള്ളതാണ്. എക്കണോമിക്കലിയും അതുപോലെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഒരു വെൽബീയിങ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ വെൽബീയിങ് ആയി വരുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രിയെ നമുക്ക് ഡെവലപ്ഡ് കൺട്രി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊക്കെല്ലാം എന്താണ്? പൾസസും സീരിയൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും. അപ്പോൾ നോക്ക്, അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന് നമുക്ക് പരിഹരിക്കാം കേട്ടോ. പയറും കഞ്ഞിയും കൊടുത്ത് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ സോഴ്സ് പറയുമ്പോഴത്തേക്ക് എന്താണ്? വെജിറ്റബിൾ സോഴ്സ് നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് മാത്രമുള്ള പ്രോട്ടീൻ കഴിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉറപ്പാണ് ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ പൾസസ് ആർ നോൺ ആസ് പുവർ മാൻസ് മീറ്റ്. അതുപോലെ നമ്മൾ വേറെ എന്താ നോക്കി വന്നത് മക്കളെ? അനിമൽ സോഴ്സ് എടുക്കുമ്പോഴത്തേക്കും ബെസ്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ് പ്രോട്ടീൻ ആണ്, മറന്നു പോകണ്ട അല്ലേ? ഇനി നമുക്ക് ഫുഡ് ഐറ്റവും അതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് നോക്കിപ്പോകാം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് സോയാബീനിലാണ്. കെ പാർക്കിൽ തന്നിരിക്കുന്നത് ഞാൻ വട്ടമിട്ട സാധനം മാത്രം പഠിക്കണം. വട്ടമിട്ട സാധനം മാത്രം പഠിക്കണം. പൾസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗ്രൂപ്പ്, പഠിക്കണ്ട. മീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ്. പൗൾട്രി മീറ്റ് പോലെ അല്ല റാബിറ്റ് മീറ്റ്, അതുപോലെ അല്ല ബീഫ്. ഫിഷ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ്. ചോദിക്കാൻ സാധ്യത ഇതൊക്കെ കുറവാണ്, ചോദിക്കില്ലെന്നല്ല കുറവാണ്. പക്ഷേ ഞാനാണ് ക്വസ്റ്റ്യൻ മേക്കർ അങ്ങ് ചോദിക്കുന്നത്. എഗ് ഹെന്നിൽ അല്ലേ? പ്രോട്ടീൻ കണ്ടന്റ് പെർ 100 ഗ്രാം. 100 ഗ്രാം നമ്മൾ എന്ത് കഴിച്ചു? മുട്ട കഴിച്ചു കഴിഞ്ഞാൽ 13 ഗ്രാം പ്രോട്ടീൻ കിട്ടും, പഠിക്കണം. 100 ഗ്രാം വീറ്റ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീൻ കിട്ടും, പഠിക്കണം. 100 ഗ്രാം റൈസ് കഴിച്ചാൽ 7 ഗ്രാം പ്രോട്ടീൻ കിട്ടും, പഠിക്കണം. സീരിയൽസ് പഠിക്കണ്ട, ഇറ്റ്സ് എ ഗ്രൂപ്പ്.
കൗ മിൽക്ക് പഠിക്കണം. ഇതൊരു റേഞ്ച് ആണെങ്കിലും പഠിക്കണം. കാരണം എന്താ, കൗ മിൽക്ക് തന്നെ എടുത്ത് കെ പാർക്കിൽ പറഞ്ഞിരിക്കുന്നു 3.2 മുതൽ 4.3 ഗ്രാം പ്രോട്ടീൻ കിട്ടും 100 ഗ്രാം കൗ മിൽക്ക് കഴിച്ചാൽ അല്ലേ. ഓക്കെ, അതുപോലെ വെജിറ്റബിൾസ് എടുത്താൽ 1 മുതൽ 4 ഗ്രാം പഠിക്കേണ്ട. ശ്രദ്ധിക്കൂ, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് അതുപോലെ ഷുഗർ ആൻഡ് ജാഗറി കഴിച്ചാൽ പ്രോട്ടീൻ കിട്ടില്ല. കാരണം അതിൽ പ്രോട്ടീൻ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവ എല്ലാം പ്യുവർ കാർബോഹൈഡ്രേറ്റുകളാണ് അല്ലേ. കാർബോഹൈഡ്രേറ്റിനെ മറ്റുള്ള സാധനം വേർതിരിച്ചെടുത്ത സാധനമാണ് എന്ത്, ഓയിൽസ്, അതുപോലെ മറ്റ് ഫാറ്റ് കാര്യങ്ങളെല്ലാം. അതുപോലെ പിന്നെന്താണ്, ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഷുഗർ കെയിൻ വേർതിരിച്ചെടുത്ത സാധനമാണ്. ജാഗറി എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെയാണ് അല്ലേ. ഓക്കെ, ഈ വട്ട സാധനം പഠിക്കണം. നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് റൂമിൽ തൂക്കം വേണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. തരുന്ന ചാർട്ടെല്ലാം തൂക്കണം കേട്ടോ. അന്ന് ക്വസ്റ്റ്യൻ ചോദിക്കേ. ഓക്കെ അല്ലേ. ഇവിടെ കൂടുതലൊന്നും പറഞ്ഞു തരാനും പഠിപ്പിക്കാനുമില്ല. പിന്നെ ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡറിലാണ്, പഠിക്കാൻ എളുപ്പത്തിനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. സോയാബീൻ ആദ്യം കൊടുത്തു, പൾസ് കൊടുത്തു, മീറ്റ്, ഫിഷ് ഇങ്ങനെ കൊടുത്തു വന്ന് ഏറ്റവും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പഠിക്കാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നിങ്ങൾ ആരാണ് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ യു മേ സഫർ ഫ്രം സംതിങ് അല്ലേ. ചില പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കഞ്ഞിയും പയറും കൊടുത്ത് പരിഹരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പണ്ടേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താ കഞ്ഞിയോടൊപ്പം പയറാക്കിയത് അല്ലെങ്കിൽ കഞ്ഞിയോടൊപ്പം കടലയാക്കിയത് എന്തുകൊണ്ടാ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി തന്നൂടായിരുന്നോ ഈ പൈസ കൊടുത്തിട്ട്? ഇല്ല, കഞ്ഞിയും പയറും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു എന്തായിട്ട് മാറും, കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് മാറും എന്നുള്ളതാണ് അല്ലേ. നോക്കാം, സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ പഠിക്കാൻ പോകുന്നു. മാൻ ഡിറൈവ്സ് പ്രോട്ടീൻ ഫ്രം നോട്ട് എ സിംഗിൾ സോഴ്സ് അല്ലേ, ബട്ട് ഫ്രം വെറൈറ്റി ഓഫ് ഫുഡ് സോഴ്സസ് ആനിമൽ ആൻഡ് വെജിറ്റബിൾ. നമ്മളൊരു മിശ്ര ഫുഡാണ്, നമുക്കറിയാം. നമ്മൾ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഫുഡും കഴിക്കാറുണ്ട്, വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് ഫുഡും കഴിക്കാം. അപ്പോൾ അവിടെ നിന്ന് എല്ലാം നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ സീരിയൽ പ്രോട്ടീൻസ് ആർ ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ ആൻഡ് ത്രിയോണിൻ ആൻഡ് പൾസ് പ്രോട്ടീൻസ് ഇൻ മെത്തിയോണിൻ അല്ലേ. നോക്കുക, ദീസ് ആർ നോൺ ആസ് ലിമിറ്റിംഗ് അമൈനോ ആസിഡ്സ്. കണ്ടോ, പൾസും എടുക്കുന്നു, സീരിയൽസും എടുക്കുന്നു അല്ലേ. സീരിയൽ പ്രോട്ടീൻസിൽ എന്തില്ല, ലൈസീനും ത്രിയോണിനും ഇല്ല അല്ലേ, അതില്ല. ഈ രണ്ട് സാധനം ലിമിറ്റാണ്, ഇല്ല. അപ്പോൾ നമ്മൾ അരി കണ്ട് കഞ്ഞി മാത്രം കുടിച്ചാൽ നമുക്ക് എല്ലാം കിട്ടുകയില്ല. പകരം നമ്മൾ എന്താണ്, പൾസ് പ്രോട്ടീൻ കൂടെ കഴിക്കണം അല്ലേ. പയറും കൂടെ കഴിച്ചാൽ എന്ത് കിട്ടും? അവിടെ നമുക്ക് ഇതിന്റെ കുറവ് പരിഹരിക്കാം. ലൈസീനും ത്രിയോണിനും അതിലുണ്ട് അല്ലേ. പക്ഷെ പൾസിൽ എന്തില്ല മക്കളെ, മെത്തിയോണിൻ ഇല്ല. അത് എവിടെയുണ്ട്, സീരിയൽസിലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ലിമിറ്റിംഗ് അമൈനോ ആസിഡ്സ് എന്ന് പറയും. പല ഫുഡ്സിലും ലിമിറ്റിംഗ് അമൈനോ ആസിഡ്സ് നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. കഞ്ഞിയും പയറുന്നത് എന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇത്രയേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, പേര് മാറിപ്പോവില്ലേ. സീരിയൽസ് പ്രോട്ടീൻസ് ആർ ഡെഫിഷ്യന്റ് ഇൻ ലൈസീൻ ആൻഡ് ത്രിയോണിൻ. ലൈസീനിലും ത്രിയോണിലും എന്തിലില്ല, സീരിയൽ പ്രോട്ടീൻ ഇല്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ പൾസ് ആഡ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ പയറിടുന്നു. പയറിൽ എന്തുണ്ട്, ഇത് രണ്ട് സാധനവും ഉണ്ട്. പക്ഷേ പൾസിൽ എന്തില്ല, മെത്തിയോണില്ല. മെത്തിയോൺ എന്തുണ്ട്, സീരിയൽസിലുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനിയുള്ളതെന്ന് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തീർന്ന്. When 2 or more vegetarian foods are eaten together, as for example റൈസ് ദാൽ കോമ്പിനേഷൻ, കണ്ടോ, റൈസും ദാലും അല്ലേ, ദാൽ കറിയും റൈസും കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സാധനം കിട്ടും അല്ലേ. ഇൻ ഇന്ത്യ ആൻഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഓൺ അനദർ ആൻഡ് പ്രൊവൈഡ് എ പ്രോട്ടീൻ കമ്പയറബിൾ ടു അനിമൽ പ്രോട്ടീൻ ഇൻ റെസ്പെക്ട് ടു അല്ലേ. എസൻഷ്യൽ അമിനോ ആസിഡ് ആസ്പെക്റ്റിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനിമൽ പ്രോട്ടീൻ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ആര് കഴിക്കേണ്ടത്, പ്യുവർ വെജിറ്റേറിയൻസ് കഴിക്കേണ്ടത്. പ്യുവർ വെജിറ്റേറിയൻസ് ഇങ്ങനെ കഴിച്ചാലേ രക്ഷപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ദസ് വിത്ത് ദ പ്രോപ്പർ പ്ലാനിങ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ വെജിറ്റേറിയൻ ടു ഒബ്റ്റെയിൻ എ ഹൈ ഗ്രേഡ് പ്രോട്ടീൻ അറ്റ് എ ലോ കോസ്റ്റ് ഫ്രം മിക്സഡ് ഡയറ്റ് ഓഫ് സീരിയൽസ്, പൾസസ് ആൻഡ് വെജിറ്റബിൾസ്. ദിസ് ഇസ് നോൺ ആസ് സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ എന്താണ് താഴത്ത് നിൽക്കുക, സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ എന്താണെന്ന് വേണമെന്ന് പറഞ്ഞതിൽ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. അപ്പോൾ സപ്ലിമെന്ററി ആക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു എന്ത് തരാൻ പറ്റും, ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മീൽ പ്ലാൻ ചെയ്യാൻ പറ്റും. എങ്ങനെ, ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ അല്ലേ. അതായത് സീരിയൽസിൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പയർ വർഗ്ഗം ഇടുന്നു. പയർ വർഗ്ഗത്തിൽ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതിനെ ഇത് ഓവർകം ചെയ്തു. അതിനെയാണ് നമ്മൾ വിളിക്കുക സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുക അല്ലേ. ഇനി നമുക്ക് നോക്കാം ഫുഡ് ഐറ്റംസ്. പ്രധാനമായിട്ടും നമ്മുടെ സീരിയൽസിൽ ത്രിയോണിനും ലൈസിനും ഇല്ല, നമ്മൾ പഠിച്ചു, ഇനി മറന്നിട്ടില്ല. മെയ്സിൽ ട്രിപ്റ്റോഫാനും ലൈസിനും ഇല്ല കേട്ടോ. മെയ്സിൽ ട്രിപ്റ്റോഫാനും ഇല്ല, ലൈസിനും ഇല്ല. അതുപോലെ പൾസസിൽ മെത്തിയോണിനും ഇല്ല, സിസ്റ്റീനും ഇല്ല കേട്ടോ. മെത്തിയോണിനും സിസ്റ്റീനുമാണ് പ്രധാനമായിട്ടും പൾസസിൽ ആബ്സെന്റ് ആയിട്ടുള്ളത്. ഈ സാധനം ഒന്ന് വരച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം.
സീരിയൽസും മെയ്സും അല്ലേ, സീരിയൽസും മെയ്സും എടുക്കുമ്പോഴത്തേക്കും ലൈസിൻ രണ്ടിലും ഇല്ല, രണ്ടിലും ടി ആണ്, ട്രിപ്റ്റോഫാനും ത്രിയോണിയും ആണ് ഇല്ലാതെ അല്ലേ. ഓക്കെ, അതങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ പൾസ് വരുമ്പോഴത്തേക്കും മെത്തിയോണിനും സിസ്റ്റീനും ഡിഫറൻസ് ഉണ്ട്. പൾസസിൽ മെത്തിയോണിനും സിസ്റ്റീനും. ഓക്കെ, ത്രിയോണിൻ ലൈസീൻ, ട്രിപ്റ്റോഫാൻ ലൈസീൻ. ഒന്ന് കണ്ണടച്ച് പറഞ്ഞേ, ത്രിയോണിൻ ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ ലൈസീൻ. ഓക്കെ ഫൈൻ. അടുത്ത മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ. ഓക്കെ, അപ്പോൾ അത് കണ്ണടച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയുണ്ടാവും, നാളെ മറന്നുകൊണ്ട് എവിടെയെങ്കിലും എഴുതി വെക്കാം കേട്ടോ, കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കാം. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.